വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസെന്റ് നമ്മളോടൊപ്പമുണ്ട്. പി ജെ വിൻസെന്റ്, ഇന്ത്യയുടെ വിപണി കുറച്ചുകൂടി തുറക്കപ്പെടുന്നു, കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുന്നു, വലിയ മാർക്കറ്റ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ കൂടുതൽ സുസ്ഥിരമാക്കും. ഇപ്പോൾ തന്നെ ലോകത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ നൽകുന്ന സംഭാവന വലുതാണ്. തുടങ്ങിയ ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ വിശേഷണങ്ങളുടെ ഒക്കെ വലിയ തോതിലുള്ള വിശദീകരണമൊക്കെയാണ് വരുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത്. ഈ കരാർ എന്തായാലും ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇതുണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ്? ഈ കരാർ സാമ്പത്തികമായും തന്ത്രപരമായും വലിയ പ്രാധാന്യമുള്ളതാണ്. ലോകക്രമത്തിൽ ഒരു ഡിസ്റപ്ഷൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡിസ്റപ്റ്റഡ് വേൾഡ് ഓർഡറിൽ ഒരു ബാലൻസറായി ആക്ട് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ തന്ത്രപരമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം. നമ്മുടെ 143 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. യൂറോപ്യൻ യൂണിയനകത്ത് ഏകദേശം 43 കോടി ജനങ്ങളുണ്ട്. യൂറോപ്പ് മൊത്തം എടുത്താൽ ഏകദേശം 75 കോടി ജനങ്ങളുണ്ട്. ഇതോടൊപ്പം 20 ട്രില്യൺ ഇക്കണോമിയാണ് യൂറോപ്യൻ യൂണിയൻ മൊത്തമായിട്ട് എടുക്കുമ്പോൾ. ഇന്ത്യയുടേതാണെങ്കിൽ 4 ട്രില്യൺ ഇക്കണോമിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു 24-25 ട്രില്യൺ ഇക്കണോമി ഒരുമിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് മദർ ഓഫ് ഓൾ ട്രീറ്റീസ് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. മാത്രവുമല്ല, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കിട്ടുന്നതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു മാറ്റം യൂറോപ്പ് എന്ന് മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ അത് വികസിത യൂറോപ്പാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ കിഴക്കൻ യൂറോപ്പ് അങ്ങനെയല്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയുടെ അസംസ്കൃത വസ്തുക്കൾക്ക് പോലും വലിയ വിപണി ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കിഴക്കൻ യൂറോപ്പ്. അപ്പോൾ ഈ കിഴക്കൻ യൂറോപ്പ് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിപണി കേന്ദ്രമായി മാറും. അതോടൊപ്പം വികസിത യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പ്, ആ വെസ്റ്റേൺ യൂറോപ്പുമായി ഇന്ത്യക്ക് ഈ കൊളോണിയൽ കാലഘട്ടം മുതലുള്ള സാംസ്കാരിക ബന്ധങ്ങളും ഉണ്ട്. ഇപ്പൊ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ആയിട്ട് അത്തരം ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം ആ മേഖലയുടെ സാങ്കേതികമായ വളർച്ചയും ഇന്ത്യക്ക് ഗുണകരമായി മാറും. ഇതോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണ വിപണിയുടെ മേഖലയിൽ ഇന്ത്യക്ക് വലിയ കുതിച്ചുകയറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ തന്നെ കോൾഡ് വാർ എന്നതിൽ നിന്ന് കോൾഡ് പീസ് എന്നതിലേക്ക് മാറിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ റഷ്യ ബന്ധത്തിൽ, എന്നാൽ റഷ്യയെ മാറ്റി നിർത്തിയ ഒരു യൂറോപ്യൻ യൂണിയൻ പ്രവർത്തനക്ഷമമല്ല എന്ന നിലയ്ക്ക് ജർമ്മനിയുടെ ചാൻസലർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് കോൾഡ് പീസ് എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ യൂറോപ്പ് റഷ്യ ബന്ധം തമ്മിലൊരു സഹകരണ ബന്ധം എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. യൂറോപ്പിന് ഒരു റഷ്യ പേടി ഉണ്ടെങ്കിലും റഷ്യയുമായി തന്ത്രപരമായും സാമ്പത്തികമായും സഹകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് അവർ റഷ്യയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായ സുഹൃത്തു കൂടിയാണ് റഷ്യ. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും യൂറോപ്പിന്റെ തന്നെ ഭാഗമായ 14 കോടിയിലധികം മനുഷ്യരെ അധിവസിക്കുന്ന റഷ്യയുമായിട്ടും ഇന്ത്യക്ക് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഭാവിയിൽ യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ സമാനമായ ഒരു കരാറിലേക്ക് പോലും ഉക്രൈൻ യുദ്ധം യുഎസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അത്രമേൽ ആശാസ്യമല്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട്. യൂറോപ്പ് തങ്ങൾക്കിടയിലുള്ള യുദ്ധത്തെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ എണ്ണ വ്യാപാരം അടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്കൻ താരിഫിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് പാക്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്യുമ്പോൾ. അല്ല, അമേരിക്ക സ്വാഭാവികമായിട്ടും ഇപ്പൊ 50% താരിഫ് ഇന്ത്യക്ക് മേലെ ചുമത്തിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ കരാറ്, സമാനമായ കരാർ അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് രൂപപ്പെടുത്താൻ കഴിയുന്നേ. ഇപ്പോൾ ഒരു സഖ്യം മറ്റൊരു സഖ്യത്തിനെതിരെ എന്നല്ല, ഇപ്പൊ നോൺ അലൈൻമെന്റ് എന്നൊക്കെ പണ്ട് പറഞ്ഞില്ല, ഇപ്പോൾ മൾട്ടി അലൈൻമെന്റ് ആണ്. ഇപ്പൊ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് തന്ത്രപരമായും സാമ്പത്തികമായും സഹകരിക്കുന്ന ഒരു കരാർ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യക്ക് ബെനിഫിഷ്യലാണ്. സമാനമായ രീതിയിൽ ഇന്ത്യക്ക് യുഎസുമായിട്ട് ഒരു കരാറുണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഇന്ത്യയും ചൈനയുമായിട്ട് കരാറുണ്ടാക്കുന്നതിൽ പ്രശ്നമില്ല. ഇത് മൾട്ടി അലൈൻമെന്റിന്റെ ലോകമാണ്. അപ്പോൾ ഒരുപക്ഷെ അമേരിക്ക അതിന്റെ ഒരു ഡിസ്പ്രഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം. അതൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ അമേരിക്ക തന്നെ യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഗുണകരമായ ഒന്നാണ്. അമേരിക്കയുമായിട്ടുള്ള സംഘർഷത്തിൽ ബാലൻസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ കാണണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇക്കണോമിയാണ് യൂറോപ്യൻ യൂണിയൻ. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇക്കണോമിയാണ് യൂറോപ്യൻ യൂണിയൻ ആക്ടപ്പോൾ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയുമായി
ഒരു എമേർജിംഗ് നേഷൻ എന്ന നിലയിൽ ഒരു 4th ട്രില്യൺ ഇക്കണോമി പർച്ചേസിംഗ് പവർ പാരിറ്റി പ്രകാരം 3ാം സ്ഥാനത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഒരു കരാറിൽ ഒപ്പിടുന്നു. ആ കരാർ ഇന്ത്യയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകും എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. മറിച്ച് ലോകക്രമത്തിലെ സംഘർഷങ്ങളെ മുഴുവനും ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതില്ല. അത് മാത്രമല്ല, മൾട്ടി അലൈൻമെന്റിലേക്ക് ലോകം പോയി. അലൈൻമെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ മൾട്ടി അലൈൻമെന്റ് ആണ്. നമുക്ക് ഒരേ സമയം യൂറോപ്പുമായിട്ടും അമേരിക്കയുമായിട്ടും ചൈനയുമായിട്ടും അലൈൻമെന്റ് രൂപപ്പെടുത്താൻ കഴിയും. അങ്ങനെ തന്നെയാണ് രാജ്യം വികസിക്കേണ്ടത്. ഈ ശരി, വളരെയധികം നന്ദി ഡോക്ടർ പി ജെ വിൻസെന്റ് പ്രതികരിച്ചതിന്. എന്തായാലും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ഒപ്പിട്ടിരിക്കുന്നു. എണ്ണവാതക മേഖലയ്ക്ക് വലിയ നേട്ടം എന്നുള്ള പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.